ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിപ്പിന് വേണ്ടു. കാരണം ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. അതിനുശേഷം 9:30 പി രാജീവ് ഈ അത്തപ്പതാക ഉയർത്തും. തുടർന്ന് MP ആയിട്ടുള്ള ഹൈബി ഈഡൻ ഈ ഘോഷയാത്രകൾക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോട് കൂടി തന്നെ ഈ തൃപ്പൂണിത്തറ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഈ നഗരത്തെ ചുറ്റി, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് കൂടി തൃപ്പൂണിത്തറയുടെ സ്റ്റാച്യു ജംഗ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെയാണ്. അല്പസമയം ഈ ഘോഷയാത്ര ഇവിടെ അത്തരത്തിൽ ആളുകൾ കാണുന്നതിന് വേണ്ടി നിർത്തിവെക്കും. തുടർന്ന് വീണ്ടും ഈ അവസാനിക്കുന്നത് തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂൾ, അവിടെ അങ്ങനെയാണ് അത് നിർണ്ണയിച്ചിരിക്കുന്നത്. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം സുരക്ഷയുടെ കാര്യം തന്നെയാണ്. ഏതാണ്ട് 450ഓളം പോലീസുകാരെയാണ് ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല നിരവധി പോലീസുകാർ മഫ്തിയിലുണ്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ പോക്കറ്റ് അടി, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റാച്യു ജംഗ്ഷൻ ആയിരിക്കില്ല അല്പം മണിക്കൂറുകൾക്ക് ശേഷം എന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. അപ്പോൾ ഈ തിരക്ക് കൊണ്ട് തന്നെ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ അത്തം ആരംഭിച്ചതോട് കൂടി തന്നെ ഈ ജംഗ്ഷനിൽ പൂക്കച്ചവടം വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട് ഇന്നത്തെ കച്ചവടം? അത്തം ദിവസമല്ലേ? അത്തത്തിനെക്കാട്ടിയും ഇന്നലെയാണ് കുറച്ച് കച്ചവടം മൂവിങ് ഉണ്ട്. അതെ, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. തന്നെ ഇവിടുത്തുകാരൻ തന്നെയാണോ? അല്ലല്ല, ഞാൻ ഒറ്റപ്പാലം. എവിടുന്നാണ് ഈ പൂവുകൾ കൊണ്ടുവരുന്നത്? ബാംഗ്ലൂര്. അപ്പൊ ഈ വർഷം കച്ചവടം നല്ല പൊടിപൊടിക്കുന്നുള്ളൊരു വിശ്വാസം ഇല്ലേ? വിശ്വാസമുണ്ട്. മറ്റേ പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ഓണ വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൂവിപണി എന്ന് പറയുന്നത്. എന്നാലും ഈ കച്ചവടക്കാരെല്ലാം പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വയനാടിന്റെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആ തരത്തിലേക്ക് എത്താൻ സർക്കാർ എന്തായാലും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒരു ദുരന്തം അപ്പുറത്തുണ്ടെങ്കിൽ അതിനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മറ്റാഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മറ്റാഘോഷങ്ങൾ അവിടെ നിർത്തലാക്കുമ്പോൾ അതിൽ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് കച്ചവടക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ദുരിതത്തെ പറ്റിയ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മറ്റാളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് തീർച്ചയായിട്ടും നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യം. ഈ പറഞ്ഞു വന്ന കാര്യം, ഏതാണ്ട് 1960കളിലാണ് ഈ ഒരു അത്ത ഘോഷയാത്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. 46-48 കാലഘട്ടങ്ങളിലാണ് രാജഭരണത്തിന്റെ അവസാനം, അതായത് രാജഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാജഭരണം ഈ നമ്മൾ നേരത്തെ കണ്ട സ്റ്റാച്യു ജംഗ്ഷനിലെ ശ്രീ രാമവർമ്മ കേരളവർമ്മയുടെ അവസാനത്തെ ഒരു പരിശ്രമമായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. പിന്നീട് അത് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. തൃപ്പൂണിത്തറ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഘോഷയാത്രകളെല്ലാം നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ഘോഷയാത്രയിൽ ഏതാണ്ട് 59ഓളം കലാപരിപാടികൾ, അതായത് പ്രാചീനമായും നവീനമായിട്ടുള്ള എല്ലാ കലാപരിപാടികളും ഏതാണ്ട് 59ഓളം സെറ്റ് പരിപാടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നിശ്ചല ദൃശ്യങ്ങൾ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കണ്ണിന് കാഴ്ചക്കാരന് കുളിർമ നൽകുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഏതാണ്ട് 15ഓളം നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ തലത്തിൽ ആളും ആരവവും മേളവും ഘോഷവുമായിക്കൊണ്ട് തന്നെ കേരളം ഔദ്യോഗികമായി തന്നെ ഓണത്തിനെ വരവേൽക്കുന്നു എന്ന് തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന്, ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ പ്രധാനമായും ഈ 3 തരത്തിലാണ് ആ തരത്തിൽ വിശേഷിക്കപ്പെടുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ക്ഷമിക്കണം, ഈ കോഴിക്കോടുമായി ഈ കൊച്ചി രാജാവ് നടത്തിയ യുദ്ധത്തിന് ശേഷം അത്തരത്തിൽ ഈ കൊച്ചി രാജാവിനെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധത്തിന്റെ പടയൊരുക്കമായിക്കൊണ്ടും ഈ അത്തഘോഷയാത്രയെ ഒരു വിഭാഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഈ കാലങ്ങളായി, അതായത് ഈ കൊച്ചി രാജാക്കന്മാരുടെ ഒരു പ്രൗഢി വിളിച്ചു ഓതുന്നതിന് വേണ്ടി ഈ പണ്ടുകാലത്ത് മുതൽ തന്നെ ഈ ചേര രാജാക്കന്മാർ നടത്തിയിരുന്ന ഈ ഒരു ഘോഷയാത്രയെ ഈ കൊച്ചി രാജവംശം പുനരാവിഷ്കരിക്കുകയാണെന്ന് ഒരു രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പൊതുവിൽ സ്വീകരിക്കപ്പെട്ടതായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതായത് മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നതിന് വേണ്ടി കുട്ടും കുറയും ഘോഷവുമായി തന്നെ എല്ലാ ആളുകളും മഹാബലി വരവേൽക്കാൻ വേണ്ടി എന്നതാണ് മൂന്നാമത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നതും. എന്തായാലും ഈ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തൃപ്പൂണിത്തറ ഈ സ്റ്റാച്യു ജംഗ്ഷൻ അടക്കം ആളുകൾ കൊണ്ടും ആരവങ്ങൾ കൊണ്ടും നിറഞ്ഞൊഴുകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഓരോ ദൃശ്യങ്ങളും ഓരോ ആളുകളുടെയും ഓരോ കലാപരിപാടികളുടെയും ഒന്നും വിടാതെ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് സമഗ്ര കവറേജുമായി തന്നെയാണ് ഇത്തവണ ജനൻ TV, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും ജനൻ TV പ്രേക്ഷകർക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. ഒന്നും നഷ്ടപ്പെടുത്തില്ല. കഥകളിൽ ഇതിൽ പല ചരിത്രവും പല ഐതിഹ്യവും എനിക്കും പുതുമയാണ്. അതിലേക്ക് വീണ്ടും വരണം.